ചൂരൽമലക്കാരുടെ മുഖങ്ങൾ പോർട്രേറ്റ് ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന വിഷ്ണു ദുരന്തത്തിന് ശേഷം ആദ്യമായി സ്വന്തം കടമുറിയിലെത്തി. വിഷ്ണു വരച്ച ചിരിക്കുന്ന മുഖങ്ങൾ പലതും ഇന്ന് ചൂരൽമലയിലില്ല. മുഖം നഷ്ടപ്പെട്ട ചൂരൽമലയിലിരുന്ന് ഇനി വരയ്ക്കാനാവില്ലെന്നാണ് വിഷ്ണു പറയുന്നത്. ചൂരൽമലക്കാരുടെ മുഖങ്ങളെല്ലാം വിഷ്ണുവിന് പരിചിതമാണ്. അവൻ്റെ പെൻസിൽ കുറിപ്പിൽ വരച്ചിട്ടതാണ് അവയിൽ പലതും. ദുരന്തത്തിന് ശേഷം കടയിലെത്തിയ വിഷ്ണു പോർട്രേറ്റുകൾക്കിടയിൽ ആദ്യം തിരഞ്ഞത് ചൂരൽമലക്കാരനായ മറ്റൊരു വിഷ്ണുവിനെ. ഇവനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അവൻ ചൂണ്ടിക്കാട്ടി. കൂട്ടത്തിലുള്ളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സിനെ കുറേ പേര് കിട്ടിയില്ല. ഇതിലിപ്പോൾ ഫോട്ടോ ഉള്ളത് വിഷ്ണുവിനെ കിട്ടിയിട്ടില്ല. വിഷ്ണുവിൻ്റെ ഫാമിലിയിലെ എല്ലാവരും പോയി. വിഷ്ണുവിൻ്റെ അവൻ തന്നെ വരപ്പിച്ചത്. അത് വരച്ചിട്ട് 2 മാസമായി. എൻ്റെ ഒരു ഫോട്ടോ കിടക്കട്ട അങ്ങനെ വരപ്പിച്ചതാണ്. പെൻസിൽ പോയിന്റ് എന്ന പേരിൽ വിഷ്ണു വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്. ഉരുൾപൊട്ടിയ രാത്രി, പതിവിലേറെ മഴ പെയ്തപ്പോൾ പാതി നിർത്തിയ ക്യാൻവാസിലേക്കാണ് വിഷ്ണു പിന്നെ നോക്കിയത്. ആ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മുഴുവിപ്പിക്കാനാവാതെ അവൻ കുഴങ്ങി. അന്നത്തെ രാത്രിയും ആർത്തലച്ചു വന്ന പേമാരിയും അവൻ്റെ ഓർമ്മയിൽ പേർത്ത് പെയ്യുന്നുണ്ടായിരിക്കും. തുടങ്ങി ഔട്ട്ലൈൻ ഇട്ട് പിന്നെ മഴ നല്ല കൂടിയപ്പോൾ അങ്ങനെ പോയത്. സാധാരണ 7 മണി കഴിയലാണ്. ഒരു 8 മണി 9 ഒരു ഇരിക്കലുണ്ട്. അന്ന് മഴയും കൊണ്ട് പോയത്. ഫ്രണ്ട്സ് ഇവിടെ വലിയ സൺഡേ ഒക്കെ ആയാൽ അഥവാ വർക്കില്ലെങ്കിൽ ഷോപ്പ് തുറന്നിട്ട് എല്ലാവരും ഇരിക്കലായി. ദുരന്തത്തിൽ മുഖം നഷ്ടമായ ചൂരൽമലയിൽ ഇനി ആരുടെ മുഖം വരയ്ക്കും? പെൻസിൽ പോയിന്റ് എന്ന ഈ ചെറിയ കടമുറിയിലിരുന്ന ഇനി വിഷ്ണുവിന് വരയ്ക്കാനാവില്ല. നടന്നതെല്ലാം കാലം മായ്ച്ചു കളയുമെങ്കിൽ മറ്റൊരിടത്ത് മറ്റൊരു ക്യാൻവാസിൽ വിഷ്ണു പുതിയ മുഖങ്ങൾ വരയ്ക്കും. മേപ്പാടി ക്യാമ്പിലാണ് നിലവിൽ വിഷ്ണുവും കുടുംബവും താമസിക്കുന്നത്. ക്യാമറമാൻ വിനീഷ് ഉള്ളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. വിഷ്ണു ഷട്ടറിടുമ്പോൾ ഹൃദയത്തിലൊരു വല്ലാത്ത വിങ്ങലുണ്ട്. ആ ഷട്ടറിൻ്റെ ഉള്ളിലെ പോർട്രേറ്റുകളുടെ ആ നിരകളിൽ എത്രയോ മനുഷ്യർ ചിരിച്ചും സന്തോഷിച്ചും അവരുടെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ വിഷ്ണുവിന് മുന്നിൽ സമ്മാനിച്ചും ഇരുന്നിട്ടുണ്ടാവും. അവരിൽ പലരുമില്ല എന്നത് തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഇനി ചൂരൽമലക്കാരുടെ ചിത്രം വരയ്ക്കുമ്പോൾ കൈകളൊന്ന് വിറയ്ക്കും. അവരുടെ ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെയൊക്കെ ആ നിലവിളിയും ശബ്ദവുമെല്ലാം കാതിൽ മുഴങ്ങുന്നുണ്ട് വിഷ്ണുവിന് വേണ്ടി ചിരിച്ച മനസ്സുകൾ ഇന്നവിടെയില്ല, ചിരിച്ച മുഖങ്ങളുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചൂരൽമല എന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രസക്തി ഒരുപാട് വരയ്ക്കുന്ന മനുഷ്യരുടെ, കലാകാരന്മാരുടെ, പാട്ടുകാരുടെ, എഴുത്തുകാരുടെ, ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ജോലി നേടിയ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒരു നാടായിരുന്നു. അങ്ങനെ ഒരു കൊച്ചു നഗരം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു കൊച്ചു ഗ്രാമം നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വയനാട്ടിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ചൂരൽമലയിലായിരുന്നു. ഒരു സാംസ്കാരികമായ ഔന്നത്യമുള്ളൊരു ഗ്രാമമായിരുന്നു. ചുറ്റുപാടും മലനിരകളും ഒപ്പം വെള്ളാർമല സ്കൂളും. ആ വെള്ളാർമല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ കലാപ്രാവീണ്യം എത്രയാണെന്ന് ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. അതിലൊരു കുഞ്ഞാണ് ഈ വിഷ്ണു ഇപ്പോൾ വളർന്നു വലുതായി പോർട്രേറ്റുകൾ വരച്ചുകൊണ്ടിരുന്നത്. ശരിയാണ്, മുഖം നഷ്ടപ്പെട്ട ചൂരൽമലയിൽ ഇനി വിഷ്ണു ആരുടെ ചിത്രം വരയ്ക്കും? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായി, ഉത്തരം കിട്ടാത്ത ചോദ്യമായി അത് മുന്നിൽ നിൽക്കുന്നു.